കാലം മാറി, നഗരം വളർന്നു. പക്ഷേ ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരുടെ അവസ്ഥകൾ ഇന്നും പരിതാപകരമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ നഗരപ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഏക ആശ്രയമാണ് ബീച്ച് ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന കോഴിക്കോട് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ. ഞാനിപ്പോൾ ഇനിയാന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ആ ഷീറ്റിട്ട ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുമ്പോഴത്തേന് വേർത്ത് 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന സൗകര്യമില്ല. നല്ലൊരു ഓടിട്ട കെട്ടിടമായിരുന്നു, അത് പൊളിച്ചിട്ടാണ് ഷീറ്റാക്കിയത്. കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, പിന്നെ മരുന്ന് വാങ്ങുന്ന കൗണ്ടറിൽ രാവിലെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയൊക്കെ ചൂടെടുത്തിട്ട് ഫാനുണ്ട്, ഫാനുകൊണ്ട് കാലില്ല, കഠിനമായ ചൂടാണ്. മുകളിൽ ഫുള്ള് ഷീറ്റുമാണ്. ആ ഷീറ്റിനുള്ളിൽ 10 മിനിറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇരിക്കാൻ കഴിയില്ല. ഇവർ AC റൂമിലാണ് ലാബോറട്ടറിയിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല. സ്പേസ് ഇല്ല, സ്പേസ് ഉണ്ടായിട്ട് കാര്യമില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ചൂടുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല, ഫാൻ ഉണ്ടായിട്ടും കാര്യമില്ല. ശരാശരി 2000-ഓളം പേരാണ് ഇവിടെ ചികിത്സ തേടുന്നത്. എന്നാൽ ആശുപത്രിയിലെ ഫാർമസിയിലെയും ലാബിലെയും സ്ഥലപരിമിതിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും രോഗികളെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നുണ്ട്. ഇവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞാൽ ചെറിയ പരിമിതമായുള്ള സ്ഥലത്താണ് ഈ മരുന്ന് പിന്നെ ഈ ലാബോറട്ടറി എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ജനങ്ങളെല്ലാം ഈ ചൂടുകാലത്ത് തന്നെ തിങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുട്ടികളും എല്ലാവരും നിൽക്കാനും സ്ഥലമില്ലാതെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് നിൽക്കുന്നത്. ഫാർമസി തന്നെ ആകെ 2 ഫാനേ ഉള്ളൂ. നല്ല തിരക്കും ഉണ്ട്. ടോക്കൺ എടുത്തിട്ട് കുറേ പേര് നിൽക്കുന്നത് തന്നെ അത്രയും നേരം ആ ചൂടത്ത് നിന്നിട്ടാണ് നിൽക്കുന്നത്. മര്യാദയ്ക്ക് ഒന്ന് ടോക്കൺ എടുക്കുന്നത് തന്നെ പെട്ടെന്ന് എല്ലാവരും വിട്ടുവാണെങ്കിൽ അത്രയും കുറേ പേര് ഇപ്പോഴും 400-500 എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ടോക്കൺ. അത്രയും ചൂടത്ത് ആ 2 ഫാനിൽ ഒരാൾക്കും സഹിച്ചിരിക്കാൻ പറ്റില്ല. പറ്റുവാണെങ്കിൽ ഒരു ഫാനോ എന്തെങ്കിലും ഒന്ന് ഇതാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. 2 കൗണ്ടറേ ഉള്ളൂ. ഇപ്പോൾ 2 കൗണ്ടറിലും ഇപ്പോൾ ഒരു നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ മറ്റൊരു നമ്പർ വിളിക്കാൻ അത്രയും ലാഗ് ആവുന്നുണ്ട്. അവരെ പ്രശ്നമായിരിക്കണമെന്നറിയില്ല, പക്ഷെ 4 കൗണ്ടറിനാണ് അവിടെ ഇട്ടിരിക്കുന്നത്. 2 കൗണ്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ടാർപോളിൻ വിരിച്ച മേൽക്കൂരയും ഇളകിപ്പോയ ഇരിപ്പിടങ്ങളും ഉദ്യോഗസ്ഥരുടെ മന്ദഗതിയിലുള്ള പ്രവർത്തനവും ഈ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നതാണ്. അവിടെ ഉള്ളിൽ പോയി നോക്കി നിങ്ങൾ, നല്ല ക്യൂ ആണ്, പറ്റ താറുമാറായി. ഇപ്പോൾ അവിടെ കണ്ടില്ലേ നിങ്ങൾ, നോക്കി ഈ വേനലിൽ ഒരു സംവിധാനം ഇല്ലാണ്ട് ഓരൊക്കെ AC-യിലായിരിക്കണേ. ഈ സൗകര്യം ഒന്ന് വികസിപ്പിച്ചെടുക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം. ആകെ 2 മരുന്ന് കിട്ടുന്നുണ്ടാവും. ആ 2 മരുന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ അവിടെ നിൽക്കുന്നത്. മാക്സിമം അതൊന്ന് സ്പീഡാക്കി കിട്ടിയാൽ അത്രയും നല്ലത്.